Hi guys! നിങ്ങളെല്ലാവരും തമ്പനിയിൽ കണ്ട പോലെ തന്നെ നല്ല രീതിക്ക് എങ്ങനെ നമുക്ക് മുടി വളർത്തിയെടുക്കാം, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടിപ്സ് അല്ലെങ്കിൽ ഒരു റെമഡി എനിക്ക് കിട്ടിയത് ഇംഗ്ലീഷ് ചാനലിനകത്ത് നിന്നാണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് ചാനലിനകത്ത് മുന്നേ നമ്മൾ ഇതുപോലെ ഒരു വീഡിയോ കണ്ട് ചെയ്തിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓയിൽ ക്ലെൻസിങ് ചെയ്തിട്ട് സെബേഷ്യസ് ഫിലമെന്റ് എങ്ങനെ റിമൂവ് ആക്കാം എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല മുട്ട പണി കിട്ടി, എൻ്റെ മുഖത്ത് നിറച്ച് എനിക്ക് മുഖക്കുരുവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു റെമഡി എനിക്ക് കയ്യിൽ കിട്ടിയിട്ട് 1 മാസമായിട്ടോ. അപ്പോൾ എനിക്കിത് കണ്ടത് നല്ലതാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ കൂടുതൽ ഇതിനെ കുറിച്ചിട്ട് നന്നായിട്ടൊന്ന് സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ മലയാളത്തിൽ നിന്ന് അടിച്ചു നോക്കിയത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ 2 പേര്, മലയാളത്തിൽ 2 പേര് കേട്ടോ. എനിക്ക് അത്രേ കിട്ടിയുള്ളൂ, 2 പേര് ഇതങ്ങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എനിക്ക് മനസ്സിലായ രീതിക്കാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പ്രോപ്പറായിട്ടുള്ള ഈ രീതി ഞാനിപ്പോൾ ഇന്ന് പറയുന്ന ഈ രീതിക്ക് തന്നെ വേണം നിങ്ങളിതങ്ങ് നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മളിത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിലുണ്ടാവുന്ന പൊട്ടൽ, നമുക്ക് ചൂട് മൂലവും അതുപോലെ നമ്മുടെ മുടിയിലേക്ക് വേറെ എന്തെങ്കിലും കേടുപാടൊക്കെ സംഭവിച്ചാൽ നമുക്ക് മുടി പൊട്ട് അതുപോലെ ഫ്രിസി ആയിട്ട് ഇരിക്കുക, നല്ല ഇങ്ങനെ ചകിരി പോലെ ഇരിക്കുക, ഒട്ടും തന്നെ മയം ഇല്ലാണ്ട് ഒരു 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 എന്താ പറയുക വല്ലാത്തൊരു കോളായിട്ട് നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, മുടി വളരുന്നില്ല, മുടി അങ്ങോട്ട് പൊട്ടിപ്പോവുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മുടെ മുടിയെ നല്ല സ്മൂത്തനിങ് ആൻഡ് ഷൈനിങ് ആക്കാനും അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഉള്ളു വെക്കാനായിട്ടും നല്ല തിക്കായിട്ട് നമുക്ക് തോന്നിട്ടും നമ്മുടെ മുടി. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഈ ഒരു റെമഡി നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് നമ്മുടെ തലയിലൊന്ന് മുടിയിലൊന്ന് ഹെയർ ഓയിലൊന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു പാക്കിനകത്തേക്ക് ഒരു 2-3 ഡ്രോപ്സ് മാത്രം ഓയിൽ ഉപയോഗിച്ചാലും മതിയാകും. ആ രീതിക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ തലയിലും മുടിയിലൊക്കെ നമുക്ക് എണ്ണ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ഹെയർ ഓയിലാണ് യൂസ് ആക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലൊക്കെ നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഒരു 20-25 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മുടിയിലൊന്ന് നന്നായിട്ട് അങ്ങ് എണ്ണ തേച്ച് പിടിപ്പിക്കാം. എണ്ണ കംപ്ലീറ്റ് ആയിട്ട് നമ്മളങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് 30 മിനിറ്റ് നേരത്തേക്ക് അങ്ങ് വെറുതെ അങ്ങ് വിടാൻ കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് പാക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ തേയിലപ്പൊടി ചേർത്ത് 1-2 ടീസ്പൂൺ മതിയാകും കേട്ടോ, അത്ര മതിയാകും. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം അങ്ങ് ചേർത്ത് നമ്മൾ തിളപ്പിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച ആ ഒരു വെള്ളം നമുക്ക് നിർബന്ധമില്ല, നമുക്ക് ചുടുവെള്ളം ആയാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ചായപ്പൊടി ഇടുന്നത് അറിയാലോ, നമ്മുടെ മുടി ഒന്നും കൂടി ഷൈനിങ് ആവാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിലും നമുക്കിപ്പോൾ ചായപ്പൊടി ഇട്ട് വെള്ളം നിർബന്ധമില്ല, ചുടുവെള്ളം ആയാലും നമ്മുടെ മുടി നല്ല ഷൈനിങ്ങിലും സ്മൂത്തിലും ഇരിക്കും. നമ്മൾ അതുപോലത്തെ ഒരാളാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തേയിലപ്പൊടി നിർബന്ധമില്ലാത്ത കാര്യമാണ്, വേണമെങ്കിൽ ചേർക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചുടുവെള്ളം മതി കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നമ്മുടെ മുടി നന്നായിട്ട് സ്മൂത്തനാക്കാനും നല്ല വോളിയമായിട്ട് കൊണ്ടുവരാനും നല്ല എന്താ പറയുക നന്നായിട്ട് ഇരിക്കാൻ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ തന്നെ മാറ്റിയെടുക്കാൻ കഴിവുള്ള ഒരാളാണ് ഈ ഒരു ബൗളിനകത്തിട്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, ജെലാറ്റിനാണ്. ജെലാറ്റിൻ ഞാനിവിടെ 2 ടീസ്പൂണോളം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമായിട്ട് ചെയ്യുന്ന ഒരാളുടെ ആ ഒരു മെത്തേഡിലാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ 2 ടീസ്പൂണോളം ജെലാറ്റിൻ എടുക്കുക. നിങ്ങളുടെ മുടിക്കനുസരിച്ച് അത് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം എടുക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അത് ഇത്തിരി അങ്ങ് ഈ ഒരു അളവിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഓക്കെ, എന്നിട്ട് 1 അല്ലെങ്കിൽ 2 ടീസ്പൂൺ കേട്ടോ നിങ്ങളുടെ മുടിയുടെ ആ ഒരു നീളക്കുറവ് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് കട്ടൻ ചായ, തിളപ്പിച്ച് കട്ടൻ ചായ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. കട്ടൻ ചായ തന്നെ വേണം, നിർബന്ധമില്ല. നമുക്ക് നോർമൽ ചുടുവെള്ളം ആയാലും കുഴപ്പമില്ല കേട്ടോ. അതുകൂടി അങ്ങ് ചേർത്ത് നന്നായിട്ട് അങ്ങ് കട്ട കെട്ടാതെ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ജെലാറ്റിനകത്ത് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 98-99% പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ഒരു ജെലാറ്റിൻ. അപ്പോൾ ഈ ഒരു ജെലാറ്റിൻ്റെ ആ ഒരു പ്രോട്ടീൻ കണ്ടന്റ് നമ്മുടെ മുടിയിൽ പെടുന്ന സമയത്ത് പ്രോട്ടീൻ മാത്രമല്ല വേറെയും 1-2 കാര്യങ്ങൾ കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ തന്നെ അങ്ങ് മാറ്റി തരും കേട്ടോ. നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആയിട്ടും അതുപോലെ നല്ല വോളിയം ആയിട്ടും നമുക്ക് നല്ല മുടി തിക്കായിട്ട് അതൊക്കെ നല്ല ഫീൽ ആവും. അത്രയും സൂപ്പറായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഈ ഒരു ജെലാറ്റിൻ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ജെലാറ്റിൻ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. നിങ്ങളൊരു കാര്യം, നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ അല്ല, നിങ്ങൾ ഏതൊരു വീഡിയോയും കണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ 2 തവണയെങ്കിലും കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ജെലാറ്റിൻ മെൽറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു കൂട്ട് നമ്മൾ ഇതേ
അതേപടി അങ്ങ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങ് പണി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം. അത് വേറെ ഒന്നുമല്ല, ആപ്പിൾ സിഡാർ വിനീഗറാണ്. ഇനിയിപ്പോൾ ആപ്പിൾ സിഡാർ വിനീഗർ നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നാരങ്ങ നീര് ഉപയോഗിക്കാം. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അത്ര മാത്രം മതി. നമ്മുടെ ആപ്പിൾ സിഡാർ വിനീഗർ ആണെങ്കിൽ ആ രീതിക്ക് തന്നെ മതിയാകും കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഇതങ്ങ് ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ആക്കുക. ഇത് ചേർക്കാൻ പറയാൻ കാരണം നമ്മുടെ ഈ ഒരു ജെലാറ്റിനകത്തുള്ള pH ലെവൽ ഹൈ ആണ്, കൂടുതലാണ്. അപ്പം നമുക്കതൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം. നമ്മളിവിടെ തേയിലപ്പൊടി ഇട്ട് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്, എങ്കിൽ കൂടി നമുക്കതൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചേർക്കുന്നതാണ് ഈ ഒരു ആപ്പിൾ സിഡാർ വിനീഗർ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആപ്പിൾ സിഡാർ വിനീഗർ എൻ്റെ കയ്യിൽ കുറച്ചുള്ളതുകൊണ്ട് ഞാൻ അതിവിടെ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീര് കേട്ടോ. ഈ രീതിക്ക് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങളിത് ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും. അത്രയും സൂപ്പർ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആർത്തി മൂത്ത ആരും ആഴ്ചയിലിത് 2-3 തവണയും ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും കേട്ടോ. നിങ്ങളിത് സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് തലമുടിയിലത്തെ മുടി കൂടി പോയി ചേച്ചി എന്ന് പറഞ്ഞിട്ട് വന്നാൽ എനിക്കൊന്നും അറിയില്ലേ. ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ മുടിയിൽ പരീക്ഷിക്കാനായിട്ട് നോക്കുക. ഇത് ട്രീറ്റ്മെൻറ്റ് പോലെയാണ്. ഓക്കെ, ആഴ്ചയിൽ ഒരു തവണ ചെയ്യാം നമുക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു തവണ, ഈ രീതിക്കായിരിക്കണം. പക്ഷെ ഞാൻ മാക്സിമം പറയുന്നത് രണ്ടാമത്തെ കാര്യമായിരിക്കും കേട്ടോ. നമ്മൾ കെരാറ്റിനും അതുപോലെ ഹെയറിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സ്പാല് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടോ? ഇല്ലല്ലോ, മാസത്തിൽ ഒരു തവണയില്ല. അതൊരു ട്രീറ്റ്മെൻറ്റ് പോലെയല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ വേണം ഇതും ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഷാമ്പു ചേർക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ നമ്മുടെ ഷംനൂസ് ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ ലിക്വിഡ് ബാത്ത് സോപ്പാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ എന്തായാലും പതയത്തില്ല. നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നന്നായിട്ട് പതയുക. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്ത് ചേർത്തുകൊണ്ട് കാര്യമായിട്ട് പതില്ല. അപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ നോർമലായിട്ട് ഏത് ഷാമ്പു ആണോ ഉള്ളത് ആ ഒരു ഷാമ്പു ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ലിക്വിഡ് ബാത്ത് സോപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുകയാണ്. ഈ ഒരു കൂട്ട് നല്ലവണ്ണം മിക്സായി വന്നതിന് ശേഷം നമ്മൾ നോർമലി എങ്ങനെയാണോ ഹെയർ വാഷ് ചെയ്യുന്നത് ആ രീതിക്ക് അങ്ങ് വാഷ് ചെയ്ത് വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം അല്പം വെള്ളം നമ്മുടെ മുടിയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം ഈ ഒരു കൂട്ട് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിച്ച് 2-3 മിനിറ്റ് നേരത്തേക്ക് അങ്ങ് വിടുക കേട്ടോ. എന്നിട്ട് വേണം നമ്മളതങ്ങ് കഴുകി കളയാനായിട്ട്. ഇനി ഇതല്ല നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഷാമ്പു ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ ഒരു കൂട്ടിനകത്തേക്ക് ഷാമ്പു ആഡ് ചെയ്യാതെ ഈ ഒരു ജെലാറ്റിൻ കൂട്ട് മാത്രമായിട്ട് എടുക്കുക. നമ്മുടെ കട്ടൻ ചായ തിളപ്പിച്ച വെള്ളവും ജെലാറ്റിനും ആപ്പിൾ സിഡാർ വിനീഗറും ഈ ഒരു കൂട്ട് മാത്രം എടുത്തിട്ട് നമ്മുടെ മുടിയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് നേരത്തേക്ക് അങ്ങ് വെറുതെ അങ്ങ് വിടുക കേട്ടോ. 10 മിനിറ്റ് അത്ര മാത്രം മതിയാകും. 10 മിനിറ്റ് നേരത്തേക്ക് അങ്ങ് വെറുതെ അങ്ങ് വിടുക. എന്നതിന് ശേഷം നമുക്ക് ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ, ഞാൻ രണ്ടാമതേ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുള്ളൂ. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മുടിയുടെ നീളം അനുസരിച്ചിട്ട് 1-2 ടീസ്പൂൺ ചേർക്കാം. പിന്നീട് നിങ്ങൾ അടുത്ത മാസം ചെയ്യുന്ന സമയത്ത് ഈ ഒരു ജെലാറ്റിൻ പൗഡറിൻ്റെ അളവ് കുറച്ച് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ആക്കാം. ഓക്കെ, അല്ലെങ്കിൽ 1 ടീസ്പൂൺ ആക്കാം. 2 ടീസ്പൂൺ എടുക്കുന്നവർ 1 ടീസ്പൂൺ എടുക്കുക, 1 ടീസ്പൂൺ എടുക്കുന്നവർ 1/2 ടീസ്പൂൺ ആക്കാം. ഈ രീതിക്ക് ചെയ്തു വരാം. അപ്പോൾ ആർത്തി മൂത്ത ആരും തന്നെ ആഴ്ചയിൽ 2-3 തവണ ഒന്നും ചെയ്യാൻ നിൽക്കാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്നു. ആരും തന്നെ സ്കിപ്പ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് വാഷിൽ തന്നെ നിങ്ങൾക്ക് സൂപ്പർ റിസൾട്ട് ആയിരിക്കും. അപ്പോൾ ആർക്കൊക്കെ റിസൾട്ട് കിട്ടിയെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.